അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ബീച്ച് റോഡിൽ സ്ഥിതി ചെയ്യുന്ന വാടാനപ്പള്ളി തെക്കേ മഹല്ല് ജുമാ മസ്ജിദ് പള്ളിക്ക് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന അണ്ണൻ ഉപ്പാപ്പ എന്നും അണ്ണാച്ചി ഉപ്പാപ്പ എന്ന പേരിലൊക്കെ പ്രസിദ്ധരായ വലിയുല്ലാഹി അബ്ദുറഹ്മാൻ ബാവ റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ മഖ്ബറയിലേക്കാണ്. തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ വന്നതുകൊണ്ടാകാം അണ്ണനുപ്പാപ്പ എന്നും അണ്ണാച്ചി ഉപ്പാപ്പ എന്ന പേരിലൊക്കെ മഹാൻ പ്രസിദ്ധരായത്. ഇവിടെ വന്ന് വാടാനപ്പള്ളിയിലും പരിസരത്തിലുമായി ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയും നിരവധി കറാമത്തുകൾ കാണിക്കുകയും ചെയ്ത മഹാനാണ് അബ്ദുറഹ്മാൻ ബാവ റളിയല്ലാഹു അൻഹു എന്ന അണ്ണാച്ചി ഉപ്പാപ്പ. നിരവധി ആളുകളാണ് ദിവസവും ഇവിടെ സിയാറത്തിനു വേണ്ടി എത്തുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. വാടാനപ്പള്ളി തെക്കേ ജുമാ മസ്ജിദ്, ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് മഹാനായ ഉമർ ഖാളി റളിയല്ലാഹു അൻഹു ആണ്. ഈ പള്ളി അങ്കണത്തിലാണ് അണ്ണാച്ചി ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മുടിയൊക്കെ ജട പിടിച്ച് കള്ളിത്തുണിയെടുത്ത് ഷർട്ട് ധരിക്കാതെ തുണി നെഞ്ചിലേക്ക് കയറ്റി ഉടുത്താണ് മഹാൻ നടന്നിരുന്നത്. അക്കാലത്ത് അണ്ണാച്ചി ഉപ്പാപ്പ പുതച്ചിരുന്ന പുതപ്പ് വിശ്വാസികൾ അതെടുത്ത് അത് പുതച്ചാൽ അവരുടെ അസുഖങ്ങൾക്കത് വലിയ ശമനമായിരുന്നു. ജീവിതത്തിൽ ഇതുപോലെ ധാരാളം അത്ഭുത സംഭവങ്ങൾ മഹാനിൽ നിന്നും പ്രകടമായിട്ടുണ്ട്. ഒരിക്കൽ വാടാനപ്പള്ളി സെന്ററിൽ ടാറിട്ട റോഡിൽ നട്ടുച്ച സമയത്ത് റോട്ടിൽ മഹാനവറുകൾ മലർന്നു കിടന്നു. കുറെ നേരം അങ്ങനെ കിടന്നിട്ട് എണീറ്റ് കുറച്ചു നടന്നു. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, മാറി നിന്നോ, ഇവിടെ ഒരു അപകടം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു. മലയാളത്തിലായിരുന്നില്ല സംസാരിച്ചിരുന്നത്, തമിഴ് കലർന്ന ഒരു ഭാഷയിലാണ് മഹാനവറുകൾ സംസാരിച്ചിരുന്നത്. ഇത് കേട്ടപ്പോൾ ആളുകളൊക്കെ മഹാൻ പറഞ്ഞതനുസരിച്ച് മാറി നിന്നു. ഉടനെ തന്നെ ഒരു വണ്ടി വന്ന് അവിടെ ഇടിക്കുകയും അത്ഭുതമായി തന്നെ എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തു. മറ്റൊരു ദിവസം അണ്ണാച്ചി ഉപ്പാപ്പ വാടാനപ്പള്ളിയിലൂടെ നടക്കുമ്പോൾ, അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ജുമഅയുടെ സമയം ഏകദേശമായി തുടങ്ങി. ഈ സമയത്ത് ഒരു കടക്കാരൻ കട അടച്ചിട്ടില്ല. മുസ്ലിമായിരുന്നു ആ കടക്കാരൻ. അദ്ദേഹം ബീഡി തുരുത്തുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ അതിനു വേണ്ടിയുള്ള മുറവുമുണ്ട്. അവിടെ ചെന്ന് അണ്ണാച്ചി ഉപ്പാപ്പ പറഞ്ഞു, കട അടച്ചിട്ട് പോ എന്ന്. ഇത് കേട്ടപ്പോൾ കടക്കാരന് അത് അത്ര പിടിച്ചില്ല. കാരണം വൃത്തിയും വെടുപ്പും ഒന്നും തോന്നാത്ത ഒരു മനുഷ്യൻ, മുടി ജട പിടിച്ച് ഒരു തമിഴന്റെ രൂപം. കടക്കാരൻ പോടാ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അണ്ണാച്ചി ഉപ്പാപ്പ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കുറച്ച് നടക്കുകയും ഉടനെ തന്നെ ആ ബീഡി മുറത്തിലേക്ക് ഒരു സർപ്പം വന്ന് നിൽക്കുകയും ചെയ്തു. പെട്ടെന്ന് അദ്ദേഹം ഒച്ചയിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ അണ്ണാച്ചി ഉപ്പാപ്പ വീണ്ടും അടുത്തേക്ക് വന്ന് പറഞ്ഞു, മുറം അവിടെ വെച്ചോ, എന്നിട്ട് കട അടച്ച് പള്ളിയിലേക്ക് പോകൂ. ഉടനെ അയാൾ ബീഡി മുറം അവിടെ വെച്ച് കട അടച്ച് പള്ളിയിൽ പോയി. അങ്ങനെ പല അത്ഭുതങ്ങളും ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകൾ ചായ കുടിക്കുമ്പോൾ തന്റെ ഗ്ലാസ് തിണ്ണയുടെ മുകളിൽ അറ്റത്തു വെക്കുമത്രേ. ഗ്ലാസിന്റെ ഒരു തെല്ലു മാത്രമായിരിക്കും തിണ്ണയിൽ. പക്ഷേ കാന്തമൊട്ടിയതുപോലെ ആ ഗ്ലാസ് വീഴാതെ അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരുന്നത്. റബീഉൽ ആഖിർ 4 മഹാനവറുകൾ വഫാത്തായത്. ഇവിടെ മറവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജാറം കെട്ടി പ്രത്യേകം ആദരിക്കുകയും ചെയ്തു. ഒരിക്കൽ ഒരു രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുന്ന 2 ചെറുപ്പക്കാർ മഹാനവറുകളുടെ കബറിടത്തിൽ കത്തിച്ചുകൊണ്ടിരുന്ന ചന്ദനത്തിരിയിൽ നിന്നും സിഗരറ്റ് കത്തിച്ചു. കൂടെയുള്ള ആൾ പറഞ്ഞു, വേണ്ടടാ, കത്തിക്കണ്ട, ഇതൊരു ഉപ്പാപ്പയുടെ ഖബറാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉപ്പാപ്പയോ? ഏതു ഉപ്പാപ്പ എന്നും പറഞ്ഞ് സിഗരറ്റ് കത്തിച്ചുകൊണ്ട് മീസാൻ കല്ലിൽ ഒരു അടി അടിക്കുകയും ചെയ്തു. ഇദ്ദേഹം വാടാനപ്പള്ളി കുറച്ചു പടിഞ്ഞാറു ഭാഗത്ത് കുട്ടമുഖത്ത് നിന്ന് അല്പം വടക്ക് ഭാഗത്താണ് താമസിച്ചിരുന്നത്. നിർഭാഗ്യമെന്നു പറയട്ടെ, വീട്ടിലെത്തുമ്പോഴേക്കും അദ്ദേഹം ഭ്രാന്തനായി മാറുകയാണ് ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഒന്നും സംഭവിച്ചതുമില്ല. എന്നാൽ മീസാനിലടിച്ച് മഹാനെ നിസാരനാക്കിയ ആ വ്യക്തി വീട്ടിലെത്തുന്നത് മുഴുത്ത ഭ്രാന്തനായിട്ടാണ്. അന്നു മുതൽ ആ വീട്ടിലെ ഓരോ അംഗത്തിനും ഭ്രാന്തായി തുടങ്ങി. വലിയ വീടും കുടുംബവുമൊക്കെ ആയിരുന്ന ആ വീട് ഒരു ഭ്രാന്താലയത്തിന് തുല്യമായി മാറുകയും ചെയ്തു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അതിൽ ഒരു മകനും കുടുംബത്തിനും ഈ പ്രയാസമുണ്ടായില്ല. കാരണം അവരുടെ അമ്മ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, എന്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്. ഞാനും എന്റെ ഭർത്താവും മക്കളും എല്ലാ ദിവസവും അതിരാവിലെ കുളിച്ച് അണ്ണാച്ചി ഉപ്പാപ്പയുടെ ജാറത്തിൽ പോയി തിരി കത്തിക്കാറുണ്ട്. അതിനുശേഷമാണ് അമ്പലത്തിലേക്ക് പോകുക. ആ ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് യാതൊരു
യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടാകാത്തത് എന്ന്. എല്ലാ വർഷവും റബീഉൽ ആഖിർ 4-ന് മഹാനവറുകളുടെ ആണ്ടുനേർച്ച ഇവിടെ നടക്കാറുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ആണ്ടുനേർച്ച എന്ന് പറഞ്ഞ് നടത്താറുള്ളതുപോലെ പൂരവും ആനയും ചെണ്ടയും കൊട്ടുമൊന്നുമല്ല. ആ ദിവസം ഇവിടെ പാവപ്പെട്ട എല്ലാ ജനങ്ങൾക്കും അന്നദാനമാണ് കൊടുക്കാറുള്ളത്. ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭക്ഷണം നൽകും. മാത്രമല്ല ആ ദിവസം തന്നെ മൗലിദും ദിക്റും സ്വലാത്തും ദുആയുമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഈ ആണ്ടുനേർച്ചയിൽ പങ്കെടുക്കാനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറപെട്ട് കിടക്കുന്ന ഈ മഹാന്റെ ദറജകളെ ഉയർത്തിക്കൊടുക്കട്ടെ. ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും അതുവഴി ദുന്യാവിലും ആഖിറത്തിലും വിജയിക്കാനും ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി കിട്ടാനും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെയും അവരുടെ ആവശ്യങ്ങൾ ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകട്ടെ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. കടങ്ങളുള്ളവർക്ക് അത് വീട്ടാൻ തൗഫീഖ് നൽകട്ടെ. ഖൈറായ ജോലി നൽകട്ടെ. എല്ലാം റാഹത്തിലും സന്തോഷത്തിലും അല്ലാഹു ആക്കിത്തരട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിച്ച് ഈ മഹാന്മാരോടൊപ്പം ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഒരുമിക്കാൻ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. آمين آمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل وسلم. أنزله المقعد المقرب عندك يوم القيامة. آمين. وبما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا ولم إلى حضرة نبينا وسيدنا مصطفى محمد صلى الله عليه وسلم. اللهم إلى حضرات أزواجه الطاهرات أمهات المؤمنين. اللهم إلى حضرات سائر أهل بيت رسول الله صلى الله عليه وسلم. اللهم إلى حضرات أصحاب البدرين رضي الله عنهم. إلى حضرات سائر أصحاب رسول الله صلى الله عليه وسلم. خصوصا وإلى حضرة من دفن في هذه البقعة الشريفة. آمين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك ونفعنا بعلومهم في الدارين. اللهم اغفر علينا وعلى اهالينا وامدنا بمددهم وانصرنا بنصرتهم يا ارحم الراحمين. اللهم بحقهم وبجاههم وبكراماتهم يسر لنا امورنا مع الراحة لقلوبنا وابداننا والسلامة والعافية في ديننا ودنيانا واخرانا. اللهم آمين. فاغفرها وتعلم عيوبنا فاسترها وتعلم ديوننا فأدها وتعلم أمراضنا فاشفها وتعلم حاجاتنا فاقضها يا قاضي الحاجات. اللهم صل على سعادة الدارين. اللهم إنا نسألك إيمانا دائما وعلما متقبلا ورزقا حلالا طيبا وعمرا واسعا في طاعتك ومرضاتك طويلا يا ذا الجلال والإكرام. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه. سبحان ربك رب العزة عما يصفون. صلى الله على محمد صلى الله عليه وسلم. صلى الله عليه وسلم. اللهم صل على محمد. السلام عليكم.